കേരളത്തിൽ നിന്നുള്ള യുവ കോൺഗ്രസ് എംഎൽഎ ചാണ്ടി ഉമ്മൻ ഇനി മോദി സർക്കാരിന്റെ അഭിഭാഷകനായി പ്രവർത്തിക്കും. കേന്ദ്ര സർക്കാർ നിയോഗിച്ച അഭിഭാഷക പാനലിൽ ചാണ്ടി ഉമ്മൻ ഇടം നേടി. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷകനായിട്ടാണ് ചാണ്ടി ഉമ്മനെ നിയമിച്ചത്. കൊച്ചിയിൽ നിന്ന് സാലി. ദേശീയപാത അതോറിറ്റി കഴിഞ്ഞ ദിവസം, അതായത് 7-ാം തീയതി പുറത്തുവിട്ട അഭിഭാഷക പട്ടികയിലാണ് ചാണ്ടി ഉമ്മൻ്റെ പേരുള്ളത്. 63 പേരാണ് അതിലുള്ളതിൽ 19ാമത്തെ പേര് ചാണ്ടി ഉമ്മൻ ഇൻഡിവിജ്വൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇനി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഈ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോൺഗ്രസിൻ്റെ യുവ MLA പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഹാജരാകും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് സാധാരണ നിലയിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുടെ അഭിഭാഷകരായി നിയമിക്കുക ഏതെങ്കിലും തരത്തിൽ സംഘപരിവാർ ബന്ധമുള്ളവരോ അല്ലെങ്കിൽ BJPയുടെ അഭിഭാഷക സംഘടനയായ അഭിഭാഷക പരിഷത്തിൻ്റെ നേതാക്കന്മാരോ ഒക്കെയാണ്. അത് നമുക്കറിയാം. ED ആണെങ്കിലും NIA ആണെങ്കിലും കസ്റ്റംസ് ആണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും കീഴ്ക്കോടതികളിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും ഹാജരാവുക സംഘപരിവാർ ബന്ധമുള്ള ആളുകളാണ്. അതിന് പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. കാരണം തങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തതയും കൂറുമുള്ള ആളുകളെ തന്നെ തങ്ങളുടെ നിലപാട് കോടതികളിൽ എത്തിക്കുക, കോടതികളെ അറിയിക്കുക എന്നതിനു വേണ്ടി വെക്കുക എന്നുള്ളൊരു സാധാരണ രാഷ്ട്രീയപരവും ഭരണപരവുമായ ഒരു കീഴ്വഴക്കമാണ്. അങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണ ചെയ്യുക. കാരണം തങ്ങളുടെ നിലപാട് തങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളെ കൊണ്ടേ കോടതിയിൽ പറയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ അവരുടെ പ്രൊഫഷണൽ മികവിനപ്പുറം ഈ അവരുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം സാധാരണ പരിഗണിക്കാറുണ്ട്. പക്ഷേ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് മോദി സർക്കാർ, BJP നിയന്ത്രണത്തിലുള്ള മോദി സർക്കാർ അവരുടെ നിയന്ത്രണത്തിലുള്ള ദേശീയപാത അതോറിറ്റിയുടെ നിയമപരമായ നിലപാട് കോടതികളിൽ പറയാൻ കേരളത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നവരിൽ ഒരാൾ കോൺഗ്രസ് MLA ചാണ്ടി ഉമ്മൻ ആണ് എന്നുള്ളതാണ്. അതാണ് ഒരു വലിയ പ്രതിസന്ധിയും വിവാദത്തിനുമൊക്കെ കാരണമായിരിക്കുന്നത്. കാരണം സാധാരണ നിലയിൽ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ബന്ധമുള്ളവരെയാണ് നിയമിക്കുക. പക്ഷേ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇനി വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് ലീഡർഷിപ്പും ചാണ്ടി ഉമ്മനും തന്നെയാണ്. ചാണ്ടി ഉമ്മൻ്റെ അനുമതിയോടുകൂടി തന്നെയാണോ നിയമനം എന്ന് ചോദിച്ചാൽ അനുമതിയോടുകൂടി തന്നെ നിയമിക്കാൻ കഴിയൂ, അങ്ങനെ മാത്രമേ ആ പട്ടിക പുറത്തുവിടാൻ കഴിയൂ എന്നുള്ളതാണ് വ്യക്തതയുള്ള കാര്യം. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ അറിയാതെയാണ് എന്ന വിശദീകരണത്തിന് പ്രസക്തിയില്ല. ചാണ്ടി ഉമ്മൻ അറിഞ്ഞ് തൻ്റെ അനുമതിയോടുകൂടി തന്നെ അദ്ദേഹത്തെ അഭിഭാഷക പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇത് എത്തിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഒരു യുവ MLA മോദി സർക്കാരിൻ്റെ അഭിഭാഷകരുടെ പ്രധാനപ്പെട്ട പട്ടികയിൽ എങ്ങനെ ഇടം പിടിച്ചു എന്ന് വിശദീകരിക്കേണ്ടത് ഇനി കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പാണ്. അത് വ്യക്തിപരമായി ചാണ്ടി ഉമ്മൻ കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കോൺഗ്രസ് MP കേരളത്തിൽ നിന്ന് BJPയിലേക്ക് പോകാൻ തയ്യാറായി RSS ആസ്ഥാനത്ത് ചെന്നു എന്ന വാർത്ത ഒരു ദേശീയ ഇംഗ്ലീഷ് ദിനപത്രം പുറത്തുവിട്ട ദിവസം തന്നെയാണ് ഈ വാർത്തയും പുറത്തു വരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാലിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.